പാമ്പുമേക്കാട്ട് മനയിലെ നാഗദൈവങ്ങളുടെ കഥ അറിയാമോ? മന്ത്രതന്ത്ര ശാസ്ത്രത്തിൽ വലിയ അറിവുള്ളവരായിരുന്നു മേക്കാട്ടുമനക്കാർ. എന്നാൽ മേക്കാട്ടുമനക്കാർ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. അങ്ങനെ മനക്കിലെ മൂത്ത കാരണവർ ദാരിദ്ര്യം അകറ്റുവാനുള്ള വഴിക്കായി കൊടുങ്ങല്ലൂരിലെ ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളത്തെ ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീളുന്ന ഭജന ഇരിക്കുവാനായി തീരുമാനിച്ചു. അങ്ങനെ ഭജന ഇരിക്കൽ പൂർത്തിയാകുന്ന ഒരു ദിവസം രാവിലെ കുളിക്കുവാനായി പോയ കാരണവരുടെ മുന്നിൽ വാസുകി എന്ന സർപ്പരാജൻ മാണിക്യ കല്ലുമായി പ്രത്യക്ഷപ്പെടുകയും ഇഷ്ടമുള്ള വരം ചോദിക്കുവാനായി ആവശ്യപ്പെടുകയും ചെയ്തു. സർപ്പരാജന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും മനക്കിൽ ഉണ്ടാവണം എന്നും തന്റെ ദാരിദ്ര്യ ദുഃഖത്തിന് ഒരു ശമനം ഉണ്ടാക്കിത്തരണം എന്നും കാരണവർ പ്രാർത്ഥിച്ചു. സർപ്പരാജൻ അപ്രകാരം വരം നൽകുകയും അതിനായി എന്തെല്ലാം ചെയ്യണം എന്നും പറഞ്ഞുകൊടുത്തു. തിരികെ മനക്കിലെത്തിയ കാരണവരുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്തിനെയാണ് മനയിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. താമസിക്കാതെ തന്നെ നാഗേക്ഷിയുടെയും മറ്റു നാഗങ്ങളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് മേക്കാട്ടുമൻ പാമ്പുമേക്കാട്ടുമൻ എന്ന് അറിയപ്പെട്ടു. ഇന്നും ആ മാണിക്യ കല്ല് മനക്കിൽ ഉണ്ടെന്നാണ് വിശ്വാസം.